മാറി നിന്ന് വഴി കൊടുക്കണം. വരുന്ന ആളുകൾക്ക് മൃതശരീരം ദർശിക്കുവാനും ദർശിച്ചതിന് ശേഷം സൗകര്യപരമായ രീതിയിൽ സ്ഥലത്തേക്ക് മാറി നിൽക്കുവാനും പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും മെയിൻ എൻട്രൻസ് അടഞ്ഞു നിൽക്കരുത് എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. ഇതുപോലെ ഇത്രയും ബഹുമാനപ്പെട്ട കടപ്പനങ്ങാട് ഡയറക്ടർ അനുശോചന വാക്കുകൾ അറിയിച്ച് സംസാരിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, എൻട്രൻസിന്റെ ഭാഗം ഒഴിച്ചിടണം. വരുന്ന ആളുകൾക്ക് സുഗമമായി മനുഷ്യരെ ദർശിക്കുവാനും തിരിച്ചു പോകാനുള്ളതായ സൗകര്യം ഒരുക്കണമെന്ന് ഓർമ്മിക്കും. കൃപയാൽ ദൈവം വിളിച്ച് ആക്കിയതായ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ വൈവിധ്യമാർന്ന മുഖങ്ങളോടുകൂടെ ഉത്തരവാദിത്തങ്ങളോടുകൂടെ ജീവിപ്പാനും ജീവിത ശുശ്രൂഷ നിർവഹിപ്പാനും തക്കവണ്ണം ഈ പ്രിയപ്പെട്ടവനെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചു. അതാത് സന്ദർഭങ്ങളിലൊക്കെയും ദൈവം തന്റെ കൃപ പകർന്നു കൊടുത്തുകൊണ്ട് ഈ പ്രിയപിതാവിനെ പരിപാലിച്ചു. ദൈവം ഈ പ്രിയപ്പെട്ടവനെ കുറിച്ചുള്ളതായ ഇഹത്തിലെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരികയും എന്നുള്ള ആ വലിയ ശബ്ദം ഈ മകനും ശ്രവിക്കേണ്ടി വരികയും അപ്രകാരം ദൈവിക കൽപ്പന പ്രകാരം ഇഹലോകത്തിൽ നിന്ന് തന്റെ സന്നദ്ധിയിലേക്ക് ഈ പ്രിയപിതാവിനെയും മടക്കി വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജീവൻ ദൈവത്തിങ്കലേക്ക് മടങ്ങിച്ചേരേണ്ടത് അനിവാര്യമാണ്. ചേർന്നാണ് ഇവിടെ നാം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാരണമാകണം. ഞാൻ എന്റെ കർത്താവിനോടുകൂടെ ജനിച്ച് വളർന്ന് ജീവിച്ച് അവനിൽ ഞാൻ അവനോടുകൂടെ ഞാൻ വസിക്കും എന്നുള്ള ഉറപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുക. കാരണം ഈ ലോകവും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നേടുന്നതും നമ്മളുടെ സ്വന്തം നിന്ന് നമ്മൾ അഭിമാനിക്കുന്നതും ഒക്കെ നശ്വരമായിട്ടുള്ളതാണ്. അനശ്വരമായതാണ് ഏറ്റവും അഭികാമ്യവും ഏറ്റവും പ്രധാനവുമായിട്ടുള്ളത്. നശ്വരമായ ലോകത്തിൽ അനശ്വരമായതിനു വേണ്ടി അന്വേഷിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഏറ്റവും ഭാഗ്യവാൻ.
ഈ പിതാവ് ഒരിക്കലും അഭിനയിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തിത്വമല്ല. പിതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തളർന്നു പോകാതെ പ്രത്യാശയോടുകൂടെ നിലനിൽക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഈ കൈമുതലാക്കിയിട്ടുള്ള വിശ്വാസം. എനിക്ക് വളരെയധികം അനുഭവമുള്ളതായ ഒരു വ്യക്തിത്വമാണ് ഞാൻ ഈ ഇടവക ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഈ പ്രദേശത്ത് നിന്നിട്ടുള്ളപ്പോൾ ഇതുവരെ കടന്നു പോകുമ്പോൾ ഈ പിതാവിനെയും ഈ മാതാവിനെയും ഇവരെ കണ്ട് അല്പസമയം കുശലങ്ങളൊക്കെ പറഞ്ഞ് അന്ന് കടന്നു പോകും. ഞങ്ങൾക്ക് പറയുവാൻ വലിയ കുശലങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ കുട്ടച്ചായന്റെ അടുക്കൽ ഇരിക്കുന്നതായ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ ഏറെ സന്തോഷപ്രദമാണ്. കാരണം നമുക്കറിയാം, ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഏറെ ആവലാതികളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം. അതുകൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണുന്നത്. കാരണം ഒത്തിരി സീരിയസ്നെസ് ഉണ്ട് ജീവിതത്തില്. എന്നാൽ വളരെ ഗൗരവപരമായ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെയാൽ കാർമേകാപൃതമായിരിക്കുമ്പോഴും അതിനെ വളരെയധികം ലളിതമായിട്ടും വളരെയധികം നർമ്മത്തോടും കൂടെ നോക്കിക്കാണുന്ന ഒരു പിതാവാണ്. ഏറെ നർമ്മം പങ്കുവയ്ക്കുകയും എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയും വളരെ നർമ്മത്തോടുകൂടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഈ പിതാവ് അദ്ദേഹത്തിന്റെ അടുക്കലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വളരെയധികം നർമ്മത്തോടുകൂടിയാണ് എല്ലാ കാര്യവും അദ്ദേഹം സംസാരിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും പോലും. എപ്പോൾ കണ്ടാലും അദ്ദേഹത്തിന് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്: ഞാൻ മരിക്കുമ്പോൾ വന്നിരിക്കണം. അന്നേരം എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ വിളിച്ചിരിക്കുകയാണ് എന്നുള്ളതായ കാര്യം എപ്പോഴും പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കൂടിക്കാഴ്ചയിൽ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഏറ്റവും പ്രയാസപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു നിമിഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കുഞ്ഞമ്മ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഈ ഭവനത്തിൽ വരുമ്പോൾ അദ്ദേഹം നേരത്തെ കണ്ടതുപോലെ വളരെ തമാശ രൂപത്തിൽ ഏറെ സംസാരിക്കുവാനോ ഒന്നും കഴിയാതെ ഏറെ നിരാശനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അപ്പോഴും ഞാൻ ചോദിക്കും, ഇതെന്ത് പറ്റി, എന്നാ ഇങ്ങനെ ഇരിക്കുന്നേ? ഇന്ന് പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കുമ്പോൾ വീണ്ടും ആ പഴയ കുട്ടശ്ശാനെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ജീവിതത്തെ വളരെ ലളിതമായി കാണുവാനും ഇതിനെ സമീപിക്കുവാനും ഈ പ്രിയപിതാവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രിയപിതാവിൽ ആഴമായിട്ട് വേരൂന്നിയ വലിയ വിശ്വാസമാണ്. ദൈവത്തിലുള്ളതായ അദ്ദേഹത്തിന്റെ ആഴമായ വിശ്വാസം
ദൈവത്തിലുള്ളതായ അദ്ദേഹത്തിന്റെ വലിയ പ്രത്യാശ, അദ്ദേഹം ദൈവരാജ്യത്തിൽ സ്വർഗീയ ഭാഗ്യത്തിൽ എത്തിച്ചേരുമെന്ന് അദ്ദേഹത്തിന് വളരെ ഉറപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. സുവിശേഷത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും സുവിശേഷ പ്രവർത്തകരെ മാനിക്കുകയും സുവിശേഷത്തിന്റെ പരികർമ്മികളായ പുരോഹിതന്മാരെ ആദരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സത്യവിശ്വാസിയായിരുന്നു ഈ കുട്ടച്ചായൻ. താനും തന്റെ ഭാര്യയും തന്റെ വാഹനത്തിൽ ആരാധനയ്ക്കായിട്ട് വളരെ സജീവമായി പങ്കുചേർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പ്രാർത്ഥനയുടെ, ആരാധനയുടെ, ധ്യാനത്തിന്റെ അനുഭവങ്ങൾ ഈ ഭവനത്തിൽ സദാ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടച്ചായന്റെ ഏറ്റവും ആഴമേറിയ വിശ്വാസമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ താൻ വിശ്വസിച്ച, താൻ പ്രിയം വെച്ച കർത്താവിൽ, അവന്റെ രാജ്യത്തിൽ ഈ പ്രിയപിതാവ് നിത്യമായി ചെന്നു ചേരും എന്നുള്ളതിന് സംശയമില്ല. സഭയുടെ വിശ്വാസവും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും ആരാധനയിൽ ആരാധ്യനായവനെ ആദരവോടുകൂടെ അനുഭവിപ്പാൻ തക്കവണ്ണം വളരെ സജീവമായിട്ട് ശ്രദ്ധിച്ചിരുന്നവൻ കുട്ടച്ചായൻ കർത്താവിന്റെ പരിശുദ്ധമായ ശരീരരക്തങ്ങളെ സ്വീകരിച്ച് ആ കർത്താവ് തന്നിലും താൻ കർത്താവിലുമായിരിക്കുന്ന ആ സജീവമായ ദൈവിക ബന്ധം ഈ മധ്യമായ ലോകത്തിലെ മധ്യമായ ശരീരത്തെ വെടിഞ്ഞുമ്പോൾ അമർത്യമായ ജീവൻ പ്രാപിപ്പാൻ ആ നിത്യതയിൽ ഈ പ്രിയപിതാവ് എത്തിയിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ പ്രിയപിതാവ് പകർന്നു കൊടുത്തിട്ടുള്ളതായ മാതൃകാപരമാകുന്ന ജീവിതം പ്രിയമക്കൾ പിൻപറ്റുവാനായിട്ട് ശ്രമിക്കും. പ്രിയമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ പ്രിയപിതാവിന്റെ വിശ്വാസത്തിന്റെ മാതൃക നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എല്ലാവരോടും ആദരവുള്ള, പ്രത്യേകിച്ച് സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ മാനിച്ചിട്ടുള്ള, സുവിശേഷ പ്രവർത്തകരെ ആദരിച്ചിട്ടുള്ള, സുവിശേഷത്തിന്റെ പരികർമ്മികളാകുന്ന പുരോഹിതന്മാരെ ബഹുമാനിച്ചിട്ടുള്ള ഈ പ്രിയപിതാവിന്റെ നല്ല മാതൃക നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ അല്പം പോലും അതിന് മങ്ങലേൽക്കാതെ നിങ്ങൾ അതിനെ പിൻപറ്റണം. ഇത് ഭവനത്തിലെ ഈ മാതാവിന്റെയും പിതാവിന്റെയും കൂട്ടായ സജീവമായ ആഴമേറിയ വിശ്വാസത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഈ കുട്ടച്ചായന്റെ സഹധർമ്മിണി ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ നാളുകളിൽ, അതായത് രോഗത്തിന്റെ അവസ്ഥയിൽ, ആ ചികിത്സയുടെ നടുവിലുണ്ട് കടന്നുപോയപ്പോൾ ഏറെ പ്രയാസങ്ങളും ഏറെ സംശയങ്ങളും ഏറെ ആകുലതകളും കൊണ്ട് മനസ്സിൽ അങ്കുരിച്ചു. എന്നാൽ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വലിയ വിടുതലും ഒരു വീണ്ടും ജനനം തന്നെ ഈ പ്രിയ മകൾക്ക് ദൈവം നൽകിയത് ഇവരുടെ വലിയ പ്രാർത്ഥനയും വിശ്വാസവുമാണ്. ആ വലിയ വിശ്വാസത്തിന്റെ കിടാവിളക്കുകളായി ഈ മക്കൾ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സഹധർമ്മിണി കുഞ്ഞമ്മ അമ്മച്ചിയോട് പറയുവാൻ എനിക്കുള്ളത്, ഈ പ്രിയപിതാവ് കടന്നുപോയിരിക്കുന്നത് നിങ്ങൾ ഒന്നിച്ചു ചെന്നു ചേരുവാൻ ആഗ്രഹിച്ച നിത്യഭവനത്തിലേക്കാണ്. അവിടെ ഈ പ്രിയപിതാവ് തീർച്ചയായിട്ടും അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഈ തന്റെ സഹധർമ്മിണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുതുകയും
മധ്യസ്ഥതയണയുവാനും തക്കോണം ദൈവം മുന്നമേ വിളിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ വിശ്വാസസ്ഥിരതയോടുകൂടെ തളർന്നു പോകാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ പ്രിയമകൾക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ വേർപാട് വേദനയും വലിയ വിടവുകളും ഉണ്ടാക്കുമെങ്കിലും അവർ പങ്കുവച്ചിട്ടുള്ളതായ നല്ല സ്മരണകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ധനമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ആ ധനം നിങ്ങളുടെ വിശ്വാസപരമാകുന്ന ജീവിതത്തെ വളർത്തുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദുഃഖാർത്ഥനായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതുപോലെ തന്നെ ഈ പ്രിയപിതാവിന് നിത്യതയിൽ ദൈവം ബിംബങ്ങളുടെ പ്രതീക്ഷകൾ അബ്രഹാമ്യമടികളിൽ നല്ല ആശ്വാസം നല്ല ഓർമ്മയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അച്ഛന്റെ ആശ്വാസവാക്കുകൾക്ക് കുടുംബാംഗങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പങ്കേലെ സന്ദേശന് അനുശോചന വാക്കുകൾ അറിയിച്ച് സംസാരിക്കും. സ്നേഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഒരു വിലാപ ഭവനത്തിന്റെ ബന്ധത്തിലാണ് നാം ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു നിൽക്കുന്നത്. ഈ വിലാഭവനം നമ്മളെ ഓർപ്പിക്കുന്നത് ഇതുപോലെ നമുക്കും ഒരു യാത്രയുണ്ട്. സമയം നമുക്കാർക്കും നിശ്ചയമില്ല. ആ സമയം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അങ്ങനെയുള്ളതായ യാത്രയുടെ വിളി നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദൈവം നമ്മുടെ ജീവനോട് ഇവിടെ കൂട്ടിവരുത്തുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടതായ ആത്മീയമാകുന്ന പ്രചോദനം. എനിക്ക് മുൻപ് പ്രസംഗിച്ചതായ ബഹുമാനപ്പെട്ട കർപ്പനാടത്തിൽ ഓർപ്പിച്ചതുപോലെ അതേ വാക്കുകൾ എന്റെ ജീവിതത്തിലും ആവർത്തിച്ചു പറയുവാനുണ്ട്. ആവർത്തന വിരസത കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. വളരെ ആഴമാകുന്ന സ്നേഹവും വളരെ ആഴമാകുന്ന പങ്കുവയ്ക്കലും കൃത്യമായുള്ള ഇടപെടലിലും അതിലുപരിയായി പുഞ്ചരിച്ചുകൊണ്ടുള്ളതായ സംസാര ശീല രീതികളും ഒരിക്കലും ഒരു വ്യക്തിയുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകില്ല. ഏത് കാര്യവും ലാഘവമായി കാണുവാൻ, ഏതൊക്കെ എടുക്കുന്നതായ അനുഭവത്തിന്റെ മുൻപിൽ ലാഘവത്തോടെ അവരെ അഭിമുഖീകരിക്കുവാനുള്ളതായ ഒരു വലിയ ദൈവകൃപ ഈ പ്രിയപ്പെട്ട ചാന്റെ ജീവിതത്തിന്റെ മേൽ ലഭിച്ചിരുന്നത് ഓരോരുത്തർക്കും ദൈവത്തോട് ഇടപെടുന്നവർക്ക് അനുഭവിക്കാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഹൃദ്യമായ സ്നേഹം, അതുപോലെ അതിനേക്കാൾ ഉപരിയായി ദൈവത്തോടുള്ള അഭേദ്യമാകുന്നൊരു ബന്ധം, ആത്മീയതയുടെ, ആരാധനയുടെ, ദൈവവചന ശുശ്രൂഷകളുടെ, ദൈവവചന കൂട്ടായ്മകളുടെ ഒക്കെ ബന്ധത്തിലുള്ളതായ ഒരു സമർപ്പണ ജീവിതം പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ വളരെ ആഴമായി വേരൂന്നിയും അതാണ് അദ്ദേഹത്തിൽ വളരെ ആത്മീയമാകുന്ന ചൈതന്യത്തിലേക്ക് നയിക്കുവാൻ ഇടയായ പശ്ചാത്തലം. ആത്മീയതയുടെ ഉപരിവിപ്ലവമല്ല, മറിച്ച് ആഴമാകുന്ന ഒരു ഹൃദയസ്പർശമാകുന്ന ബന്ധം യേശുവിനെ തന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതായ ആഴമാകുന്ന ബന്ധം അത് വചനപ്രകാരം ഉൾക്കൊള്ളുന്നുണ്ട്. അത് കേട്ടുമാറുകയല്ല, അനുഷ്ഠിച്ച് അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കർത്തദാസൻ എന്ന് പറയുവാൻ വളരെ സന്തോഷമുണ്ട്. തന്റെ ജീവിതത്തിൽ ആ ദൈവികമായ അനുഗ്രഹങ്ങൾ തനിക്ക് പ്രാപിക്കുവാൻ കഴിയും. തന്നെ അറിയേണ്ടവനെ അറിഞ്ഞതുകൊണ്ട്, അറിയേണ്ടവനെ അറിഞ്ഞ് പിൻപറ്റിയതുകൊണ്ട്, പിൻപറ്റി അതനുസരിച്ച് സമർപ്പിക്കപ്പെട്ടതായ പ്രാർത്ഥനാപരമായ ജീവിതം നയിച്ചതുകൊണ്ട് ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞതും ഞാൻ പറയാതെ വിളിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ തലങ്ങളിലൊക്കെ ഒരു നല്ല ജീവിതം നയിക്കാൻ കർത്തദാസൻ കഴിഞ്ഞതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മളെ കടന്നുപോയ മതിയാകുകയുള്ളൂ. കാരണം ഇവിടുത്തെ പ്രവൃത്തി അവസാനിച്ചു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യപ്രകാരം ഓർപ്പിക്കുന്ന നിയമം, ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, നീ നിന്റെ ഓഹരി പ്രാപിക്കാൻ മടങ്ങി വരുമെന്ന് ദാനിയേലിനോട് പറഞ്ഞ വചനം എന്റെ സന്ദർഭം ഓർത്തു പോവുകയാണ്.
അത് യഹോവയാകുകയും പ്രവാചകനായ ദാനിയേലിനോട് പറഞ്ഞതായ അതേ വാക്ക് തന്നെ ഈ പ്രിയപ്പെട്ട കുട്ടച്ചായന്റെ ജീവിതത്തോട് പറയുവാൻ തക്കവണ്ണം അന്വർത്ഥമാകുന്ന ജീവൻ നയിച്ചതായ ശ്രേഷ്ഠ മനുഷ്യനോട് ദാനിയേലിനോട് ദൈവം പറഞ്ഞ വാക്ക് ഉച്ചരിച്ചപ്പോൾ അദ്ദേഹം കടന്നുപോയി എന്തിനു വേണ്ടി? വിശ്രമിക്കുന്നതിന് വേണ്ടി. ഇവിടെ നമുക്കെന്നും ഏത് അവസ്ഥയിൽ ജീവിച്ചാലും, ബാല്യമായിരുന്നാലും കൗമാരമായിരുന്നാലും യൗവനമായിരുന്നാലും വാർദ്ധക്യമായിരുന്നാലും ഏത് മനുഷ്യനും അവന്റേതാകുന്നതായ വിശ്രമമില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. പെറ്റപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനോഭാരങ്ങൾ, ക്ലേശങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട കൊണ്ട് ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ മേൽ അനുഭവിക്കാൻ കഴിഞ്ഞതും ഞാൻ പറയാതെ വിളിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ തലങ്ങളിലൊക്കെ നല്ല ജീവിതം നയിക്കാൻ യേശുദാസൻ കഴിഞ്ഞതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ കടന്നുപോയ മതിയാകുള്ളൂ. കാരണം ഇവിടുത്തെ പ്രവൃത്തി അവസാനിച്ചു. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ ദൈവം മനുഷ്യന് ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് ജീവിതം കൊടുത്തപ്പോൾ, അനുവാദം കൊടുത്തപ്പോൾ, എല്ലാവിധമായ നന്മകളും ഒരു ജീവിതത്തിൽ കൊടുത്തപ്പോൾ ഒരു ദിവസം ദൈവം മനുഷ്യൻ വിശ്രമത്തിന് വേണ്ടി ക്രമീകരിച്ചു. ഇന്ന് ആധുനിക ലോകത്തിൽ വിശ്രമം എനിക്ക് വേണ്ട, 7-ാം ദിവസമാകുന്ന ആ വിശുദ്ധ ദിവസം പോലും വിശ്രമമില്ലാത്ത ജ്ഞാനധ്വാനം ചെയ്യുന്നതായ സമൂഹമായി നാം മാറിയിട്ടില്ലേ? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞത്, ഇപ്പോൾ വിശ്രമിച്ചുകൊണ്ട് മരണത്തെക്കുറിച്ച് യഹോവയ്ക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട്, പിതാക്കന്മാർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് വിശ്രമ ജീവിതമാണ്. കുട്ടച്ചായനും ദൈവം ആ ഒരു ഭാഗീകരമാകുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ മേൽപ്പെടുത്തുന്നത്. വിശ്രമ ജീവിതം. ഈ വിശ്രമ ജീവിതം എവിടെയാണ്? നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തോട് ചേർന്ന്, ദൈവത്തോട് ബന്ധത്തിൽ പിടിച്ചാൽ നമ്മുടെ മണവാളനാകുന്ന ക്രിസ്തുവിനോട് ചേർന്നാണ് നാം വിശ്രമിക്കാൻ കടന്നു പോകുന്നത്. മണവാളനാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് വിശ്രമിക്കാൻ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഒരു മണവാട്ടിക്ക് പിന്നീട് യാതൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പോകുന്നതിന്റെ മണവാളനാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് ആണ് ഞാൻ ഇരിക്കുന്നത്, അവിടെയാണ് ഞാൻ വിശ്രമിക്കുന്നത്. അതുകൊണ്ട് നല്ല വിശ്രമ ജീവിതമാണ് ദൈവം മരണത്തിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. പിന്നെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖവും മരണത്തെക്കുറിച്ചുള്ളതായ ഭാരവും ആകുലതയുമൊക്കെ നീക്കി മരണം എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സന്തോഷമാണെന്ന് കണ്ടുകൊണ്ട് ആ വിശ്രമത്തിന് വേണ്ടി ഒരുങ്ങുവാണ് സന്ദർഭമാക്കി നമ്മുടെ ജീവിതത്തിൽ തീർക്കണം എന്ന് അതിനോട് ചേർത്ത് ഓർപ്പിക്കട്ടെ. ആ വാക്യത്തോട് ചേർന്നൊരു വാക്യത്തോട് ഓർപ്പിച്ച് അവസാനിപ്പിക്കുന്നത്, നീ വിശ്രമിച്ചുകൊള്ളുക, പിന്നീട് നീ മടങ്ങി വരും. എന്തിനു വേണ്ടി? നിന്റെ ഓഹരി പ്രാപിക്കുന്നതിന് വേണ്ടി. അനവധി ഓഹരികൾ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒറ്റ വാക്ക് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ, അവർ മനുഷ്യ വീട്ടിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം ഓഹരി പ്രാപിക്കാൻ നീ മടങ്ങി വരുമെന്നാണ് യഹോവയാകുന്ന ദാനിയേലിനോട് പറഞ്ഞതായ അനേക ചിന്തകൾ വേദപുസ്തകം പഠിക്കുമ്പോഴുള്ള ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത. ഓഹരി പ്രാപിക്കാൻ മടങ്ങി വിശ്രമത്തിന് ശേഷം ഈ മണവാളിനോട് ചേർന്ന് നമ്മൾ മടങ്ങി വരും. എന്തിനു വേണ്ടി? വിശ്രമിക്കുന്ന ഓഹരി പ്രാപിക്കുന്നതിന് വേണ്ടി, നന്മ പ്രാപിക്കുന്നതിന് വേണ്ടി, അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ അനുഗ്രഹിതമാകുന്ന ഓഹരി നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി. മരണം വിശ്രമത്തിന് വേണ്ടിയാണ്. വിശ്രമം കഴിഞ്ഞിട്ട് ഓഹരിക്ക് വേണ്ടി നാം മടങ്ങി വരുമ്പോൾ അന്ന് നമുക്ക് ഓഹരി പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് ഇവിടെ തന്നിരിക്കുന്നതായ ജീവിതം അതിനുവേണ്ടി അധ്വാനിക്കണം. നല്ല ഓഹരി ലഭിക്കണമെങ്കിൽ അധ്വാനിക്കുന്നതിനെ ലോകപ്രകാരം ഓഹരി ലഭിക്കുകയുള്ളൂ. കയ്യും കെട്ടി ഉറങ്ങുന്നവന് ഓഹരി ലഭിക്കുകയില്ല. അവനെക്കുറിച്ച് മടിയനെന്നാണ് തിരുവചനം പറയുന്നത്. അധ്വാനിച്ച് ഓഹരിക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതിനപ്പുറത്ത് ലഭിക്കപ്പെടുന്ന നല്ല ഓഹരി, എന്റെ പിതാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരിക്കലേക്ക് ദൈവരാജ്യം നീ കരസ്ഥമാക്കുകയെന്ന് പറയുന്നതായ ഇമ്പകരമായ ശബ്ദം കേട്ട് നല്ല ഓഹരി പ്രാപിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ഒരു ചിന്ത. അത് ശ്രേഷ്ഠമാക്കുവാൻ, അത് സ്വന്തമാക്കി ജീവിതം നയിക്കാൻ, മണവാളനോട് ചേർന്ന് വിശ്രമ ജീവിതം നയിക്കാൻ തന്നിരിക്കുന്ന ജീവിതം അതിനെ സമർപ്പിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ ബലഹീന വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹിക്കപ്പെട്ടതായ പ്രിയ കുട്ടച്ചായന്റെ വേർപാടിന്റെ ബന്ധത്തിൽ ദുഃഖിക്കുന്നതായ വേർപാടിന്റെ ആ വേദനയുടെ ഇടയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദാസിയെയും മക്കളെയും
ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കടപ്രതിസായും എന്റെ പ്രിയപ്പെട്ടവനുണ്ട്, എന്റെ പിതാവുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി പിതാവിനെയും ഭർത്താവിനെയും പ്രിയപ്പെട്ടവർ യാത്ര അയച്ച് ആ അനുഗ്രഹീതമാകുന്ന അനുഭവത്തിൽ ചെന്നുചേരുവാൻ ദൈവം അവരെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമാകുന്ന വേദന അനുഭവങ്ങളുള്ളതായ ദുഃഖവും ഈശ്വരനും അറിയിച്ചുകൊണ്ട് എന്റെ ബലഹീനമാകുന്ന വാക്കുകളെ അവസാനിപ്പിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തോട് ഭവനത്തിലുള്ളതായ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് കിഴക്കോട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഉലകളിലെ സ്തുതി. നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, പ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു, ക്രൂശിക്കപ്പെട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമസ്കാരം ശുശ്രൂഷയും അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, അടുത്ത് ഞങ്ങളെ രക്ഷിച്ചോളണമേ. മറിയമേ, നിനക്ക് സമാധാനം. ശുദ്ധിയാകുന്നു ശുദ്ധിയുള്ളതിന്റെ അമ്മേ, ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സ്നേഹത്തിലും ദൈവങ്ങളുടെ അപേക്ഷിക്കണമേ. കണ്ടയുള്ള ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ കത്തുകേൾപ്പിൽ പ്രകാരം വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടന്മാരായ മത്സരക്കാലങ്ങളിൽ നിന്നും അദൃശ്യമായ അന്ധകാരങ്ങളിൽ നിന്നും ഇതിനെ സംബന്ധിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ വിശ്വാസത്തിൽ ചെയ്യുവാനും അങ്ങയുടെ വിശുദ്ധന്മാരോട് സ്നേഹം വസിക്കുവാനും ഇവൻ സംഗതിയാക്കണമേ. ഓശോഭം Amen.
നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പോഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ അങ്ങേക്ക് കരേറ്റുവാനടിയുന്ന യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരുടെ വരുവാനിരിക്കുന്നവനുമായ നിശ്ചയാതമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥലതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോട് നിദ്ര പ്രാപിച്ച ഈ നിന്റെ ദാസനെ നിന്റെ വലത് ഭാഗത്ത് നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുകൊണ്ട് അരുളിച്ചെന്നിട്ടുള്ള ആ വചനം കർത്താവേ, ഞങ്ങളിലും ഇന്നിന്റെ മകളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതു ഭാഗത്തുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നേടിത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടിയും ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്നതായ ധൂപം കൈക്കൊണ്ട സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസസ്ഥലങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ.
ബഹുമാനപ്പെട്ട വൈദിക സ്റ്റേഷനിൽ വിശ്വാസികൾ സമൂഹങ്ങൾ ഈ കർത്തൃദാസന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാതിരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ മരണം ഏത് സമയത്തും അനിവാര്യമാണ്. ജീവിക്കുന്ന ഏതൊരുവനിലും മരണം സുനിശ്ചിതമാണ്. അത് പ്രായഭേദമെന്നെ ഏതൊരിലും ബാധിക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. ഒരിക്കൽ ജനിച്ചുവെങ്കിൽ മരണം ജീവിതത്തിൽ സംഭവിക്കപ്പെടും. എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ഈ ലോകവാസം വെടിയുകയും എന്നാൽ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധ്യമാവുകയും ചെയ്യും. പ്രത്യാശയോടുകൂടുള്ളതായ ഒരു ജീവിതമാണ് യഥാർത്ഥമായ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഏത് സമയത്ത് മരണം മാടി വിളിച്ചാലും അതിനെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ ആ മരണത്തിന് കീഴ്പ്പെടാത്ത തന്റെ ശാരീരികമായ മരണത്തിന് മാത്രം വിധേയപ്പെട്ട് തന്റെ ആത്മാവ് മരിക്കാത്ത അവസ്ഥയിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അവന്റെ കാഹള ശബ്ദം കേൾക്കപ്പെടുമ്പോൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം അതാണ് എല്ലാ ക്രിസ്ത്യാനിയിലും ഉണ്ടായിരിക്കേണ്ടത്. ആ പ്രത്യാശയുള്ള ജീവിതത്തിന് ഉടമകളാകുവാൻ
നമുക്ക് ഏവർക്കും സാധ്യമായി തീരണം. ഈ വിലാപ ഭവനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ ഭരിക്കേണ്ടതും അതുതന്നെയാണ്. ദൈവസന്നിധിയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മാറ്റപ്പെടേണ്ടവനാണ് അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടവളാണ് എന്നുള്ളതായ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിത യാത്രയിൽ തങ്ങൾ അവലംബിക്കേണ്ടതായ ജീവിത സുഹൃത്തുക്കളെ പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് മുൻപോട്ട് യാത്ര തുടരുവാനും നമുക്ക് സാധിക്കുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ വിലാപ ഭവനത്തിലും നാം ആയിരിക്കുമ്പോൾ നമ്മെ ഭരിക്കേണ്ടത്. ഈ ഭവനത്തിലും ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമ്മെ ഭരിക്കേണ്ടത് ആ ചിന്തകളാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ മാനസാന്തര യോഗ്യമായ ഫലം കാഴ്ചകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിപ്പാനും ജീവിപ്പാനും നമുക്ക് സാധ്യമാകുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ ജീവിതത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരും ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കപ്പെടുമ്പോൾ നമ്മിലുണ്ടാവുന്ന പ്രത്യാശ അതാണ്. ഈ ലോകത്തുനിന്നൊരു വേർപാട് മാത്രമാണ് സംഭവിക്കപ്പെടുന്നത്. അതുകൊണ്ട് മരിച്ചാലും ജീവിക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് മരണമില്ല എന്നവര് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങിപ്പോയവർക്ക് വേണ്ടി സുറിയാനി സഭ പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. വാങ്ങിപ്പോയവർ സഭയിൽ സജീവ സാന്നിധ്യമുള്ളവരാണ്, അവർ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന് സുറിയാനി സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുപോലെ സങ്കീർത്തനക്കാരൻ പറയുന്നു, മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ എന്നാണ് ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ നാം എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ക്രിസ്തുവിനോടുകൂടി പാർക്കുന്നവരെ കുറിച്ചാണ്. ആ ക്രിസ്തുവിനോട് കൂടെ പാർക്കുന്നവർക്ക് ഒരിക്കലും മരണമില്ല. അതുകൊണ്ടാണ് സഭയിൽ മരിച്ചുപോയി എന്ന വാക്കിനേക്കാൾ ഉപരിയായി വാങ്ങിപ്പോയി അല്ലെങ്കിൽ നിദ്ര പ്രാപിച്ചു എന്നുള്ളതായ വാക്ക് സഭയിൽ ഉപയോഗിക്കുവാൻ കാരണം അതാണ്. കാരണം അവർ എന്നാളും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ലോകത്തുനിന്ന് വേർപെട്ടാലും ദൈവസന്നിധിയിൽ ദൈവത്തോടു കൂടി നിന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ വഴിയിൽ അവർ വിശ്രമം കൊള്ളുവാനും മാലാഖമാരോട് ചേർന്ന് ആ ദൈവസ്തുതികളെ പ്രകീർത്തിപ്പാനും അവർക്ക് സാധ്യമാകപ്പെടുന്നു. തിരുവചനം പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. അപ്രകാരം ഈ കർത്തൃദാസിനു വേണ്ടിയും നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ, ഈ ദാസനെ ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയെങ്കിലും ദൈവസന്നിധിയിലേക്കാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ഈ കർത്തൃദാസിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ഒക്കെയും കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നാം ഒക്കെയും ഇവിടെ ആയിരിക്കുന്നത്. ഈ കർത്തൃദാസനെ യാത്രയാക്കുവാൻ അനുയോജ്യമായ ഒരു യാത്രയയപ്പ് നൽകുവാനൊക്കെ വേണം. ദൈവസന്നിധിയിലേക്കുള്ളതായ ഒരു യാത്രയാണ് യഥാർത്ഥമായും നാം നൽകപ്പെടുന്നത്. ആ ദാസനെ യാത്രയാക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ ഈ ദാസനോടുകൂടി ഞങ്ങളും ഇവിടുന്ന് വാങ്ങിപ്പോകുമ്പോൾ ഒരുമിച്ച് കാണുവാനുള്ളതായ ഭാഗ്യം നൽകണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് നമുക്ക് ഏവർക്കും ആയിരിക്കേണ്ടത്. ആ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്തൃദാസന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ഈ സമയത്ത് അനുശോചനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ പലതവണ കടന്നു വരുവാനൊക്കെ വേണം ഇടയായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആഡ്വക്കേറ്റ് ഓർപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിൽ സംസാരിച്ചാലും ദുഃഖത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ഈ കർത്തൃദാസനോട് നാം സംസാരിച്ചിരുന്നാൽ നർമ്മം മാത്രമാണ് അദ്ദേഹം പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നത്. പ്രയാസഘട്ടങ്ങളെയും നർമ്മത്തിൽ ചാലിച്ച് അദ്ദേഹം അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. തന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കും. എന്നോട് എപ്പോഴും പറയുമായിരുന്നു, അച്ഛ, എന്റെ ജീവിത പങ്കാളി ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അവളുടെ നിര്യാണത്തിന് മുൻപ് എന്റെ നിര്യാണമാകണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതുതന്നെയാകും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ആക്സിഡന്റ് ആവുന്നതിന് 3 ദിവസം മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് മരണം ആസന്നമായിരിക്കുന്നു, എനിക്ക് പോകുവാൻ സമയമായി എന്ന് പറയുന്നത് കേൾക്കുവാൻ ഇടയായി തീർന്നു. തീർച്ചയായും ഇതൊരു ദൈവിക നിശ്ചയമാണ്. ദൈവം ആയുസ് നൽകി ലോകത്ത് തന്റെ മകനെ അയക്കുമ്പോൾ തന്റെ പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് മടങ്ങി വരിക എന്ന ശബ്ദം കേൾക്കുവാൻ ഒരുപക്ഷെ ഈ കർത്തൃദാസന് മുഖാന്തരമായിട്ടുണ്ടായി. ആ ഒരു ഉൾവിളിയാകാം തന്നെ അതിനെ പ്രേരിപ്പിക്കട്ടെ. ഇനി 3 ദിവസം മാത്രമേ എനിക്ക് ലോകത്തിനുള്ളൂ എന്ന് പറയുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ അനുവദിച്ചുവെങ്കിൽ യഥാർത്ഥമായ ദൈവവിളിയെ കുറിച്ചുള്ളതായ ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഇത് ദൈവനിശ്ചയമാണ്. ദൈവം ആയുസ് തന്നു. ആ ആയുസിനെ ദൈവം തിരികെ എടുക്കുമ്പോൾ തീർച്ചയായും അതിൽ വിലപിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു എന്നുള്ളതായ ആ ഒരു സന്തോഷം മാത്രമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഉചിതമായ യാത്രയയപ്പ് നൽകുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ കർത്തൃദാസന്റെ ദേഹവിയോഗത്തിൽ ദുഃഖായുധരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും
സർവശക്തൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ചേർന്ന് നിൽക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും നാമധേയത്തിൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും നാമധേയത്തിൽ, പ്രത്യേകമായി തിരുവനന്തപുരം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയുടെ നാമധേയത്തിലും എല്ലാ ഭക്തസംഘങ്ങളുടെയും നാമധേയത്തിലും ഉള്ളതായ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇദ്ദേഹം പള്ളിയുടെ ട്രസ്റ്റിയായി സേവനമനുഷ്ഠിക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. പ്രത്യേക ആ നാമത്തിലുള്ളതായ അനുശോചന വാക്കുകൾ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഗ്രഹിക്കുന്നു. ദൈവത്തിരുന്നാൾ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ശേഷിക്കുന്ന ശുശ്രൂഷകൾക്കും സംസ്കരിക്കുന്നതിനുമായിട്ട് മൃതശരീരം പരിശുദ്ധ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾക്ക് അർഹതരായിരിക്കുന്ന കുര്യാക്കോസ് മാർ ഈവാനൂസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതാണ്. എല്ലാ ആളുകളും ഇപ്പോൾ വിലാപയാത്രയെ പോകുന്നതക്കോണം പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. അവരവർ വന്ന വാഹനത്തിൽ ബാക്കിയുള്ള ആളുകളെ കൂടി സഹകരിപ്പിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ മറ്റൊരു വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനമില്ലാത്ത ആളുകൾ ആ വാഹനത്തിൽ കയറേണ്ടതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചുമരത്തിനുള്ളതായ സമയമാണ്. അതിനുള്ളതായ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വാഹനങ്ങൾ ക്രമീകരിക്കണം. ഏറ്റവും മുൻപില് അനൗൺസ്മെന്റ് വാഹനമുണ്ടാകും. അതിന്റെ പിൻപിലായി എല്ലാ വാഹനങ്ങളും അടുക്കും ചിട്ടയോട് കൂടി തന്നെ ഭംഗിയായി ഈ വിലാപയാത്ര പോകുവാൻ ഈ കർത്തൃദാസൻ നമുക്ക് ചെയ്യുവാനുള്ളത് ഇനി അതാണ്. അതുകൊണ്ട് അത് വിലാപയാത്ര ഭംഗിയാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കും. എവിടെയായിരിക്കുന്ന മുഴുവൻ ആളുകളും ദയവ് ചെയ്ത് ഇതെപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ അന്ത്യചുംബനം കൊടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ആരും നിൽക്കണ്ട. ഇനി നിങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് ഈ വിലാപയാത്ര ഭംഗിയാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വാഹനങ്ങളിൽ വന്നവര് ദയവ് ചെയ്ത് ആ വാഹനങ്ങൾ ക്രമീകരിച്ച് ലൈനായി നിർത്ത് ഏറ്റവും ശാന്തമായും ഉചിതമായും വിലാപയാത്ര പോകുവാൻ തക്കവണ്ണം എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക. ഈ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വാഹനം ക്രമീകരിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. മാക്സിമം ക്ലാസ് വെച്ചിരിക്കുന്നു. വാഹനത്തിൽ വന്നവര് ദയവ് ചെയ്ത് വാഹനം ക്രമീകരിച്ച് ഈ സമയത്ത് നിർത്തേണ്ടതാണ്. ഏറ്റവും മുൻപിൽ അനൗൺസ്മെന്റ് വാഹനം ഉണ്ടാകും. അതിന്റെ പിന്നിലായി മറ്റ് വാഹനങ്ങൾ നിരനിരയായി നിർത്തണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ആ വാഹനത്തിലുള്ള ആളുകൾ ദേവാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവനും ദയവ് ചെയ്ത് ഈ പന്തലിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ വാഹനത്തിൽ കയറേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു.
സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും എന്തെന്നാൽ ഇതാ എന്ന മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്ത് ഭാഗത്ത് എന്നെ